മനസ്സിലായി. അവരുടെ സന്തോഷം കർത്താവിനെ സ്നേഹിക്കുന്നവരോടൊപ്പം മാത്രമാണ് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. ഈ ലോകത്തിന്റെ ആഘോഷങ്ങളിൽ അവർക്ക് അഭിരമിക്കാൻ കഴിയുകയില്ല. അത് അവർക്ക് ഒരു സഹനമായിരിക്കും. ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ വരുമ്പോ അവർക്ക് അതൊരു സഹനമായിരിക്കും. കാരണം അവരാഗ്രഹിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നവരോടൊപ്പം മാത്രം സന്തോഷിക്കുക എന്നതാണ്. ഹല്ലേലൂയ. അല്ലെ, കുടിച്ച് മദ്യപിച്ച് ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത് തന്നെ അവർക്ക് എന്തായിരിക്കും? സഹനമായിരിക്കും. ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ പെട്ടുപോകുന്നത് അവർക്ക് എന്തായിരിക്കും? സഹനമായിരിക്കും. ഹല്ലേലൂയ. 4, ഈ ലോക ജീവിതം അവർക്ക് മടുത്തു തുടങ്ങുന്നു. അവര് പറയും എനിക്ക് മരിച്ച് സ്വർഗത്തിൽ പോയാ മതി. 5, അവര് ഈശോ നൽകിയിരിക്കുന്ന അവസരങ്ങൾ പാഴാക്കി കളയുമോ എന്നുള്ള ഭയം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഈശോയുമായി ഇങ്ങനെ സൗഹൃദത്തിൽ വളരാൻ നമ്മൾ ചെയ്യേണ്ട 8 കാര്യങ്ങൾ. 1, ഈശോയോട് പറഞ്ഞോ, 1 കൂടെ ഇരിക്കുക. 2, ഈശോയെ ഭയപ്പെടുക. 3, ഈശോ പറയുന്നത് ശ്രദ്ധിക്കുക. 4, ദൈവം തരുന്ന ഉപദേശങ്ങളിലും തിരുത്തലുകളിലും ആനന്ദിക്കുക. 5, കർത്താവ് പറയുന്നത് അനുസരിക്കുക. 6, ഈശോയുടെ സാന്നിധ്യം ആഘോഷിക്കുക, സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. 7, നിഷ്കളങ്കമായും മധുരമായും സംസാരിക്കുക. ആരോട്? അല്ലേ, നമുക്ക് നിഷ്കളങ്കമായും മധുരമായും ആരോട് സംസാരിക്കാൻ അറിയാം? ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ അറിയാം. എങ്ങനെ അറിയാം? നിഷ്കളങ്കമായി സംസാരിക്കാൻ അറിയാം. പക്ഷെ ചില ആളുകൾ അവര് ഭയങ്കര സിൻസിയറാണ്, പക്ഷെ എന്ത് പറഞ്ഞാലും ഭയങ്കര സ്ട്രോങ് ആയി പോകും. ഹൃദയത്തിൽ ആത്മാർത്ഥതയുണ്ട്, പക്ഷെ സൗമ്യതയില്ല. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിഷ്കളങ്കത വേണം, അധരത്തില് സൗമ്യത വേണം. നിഷ്കളങ്കമായും മധുരമായും ദൈവത്തോട് സംസാരിക്കുക, മനുഷ്യരോട് സംസാരിക്കുക. 8, സ്ഥിരതയോടെ ത്യാഗ മനോഭാവത്തോടെ സ്നേഹിക്കുക. അങ്ങനെ 8 കാര്യങ്ങളാണ് ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. അമ്മ ത്രേസ്യ പറഞ്ഞ ഒരു 9ാമത്തെ കാര്യമാണ്. അതായത് ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ വളരാൻ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ എടുത്തു പറയാൻ പോകുന്നത്. ഒരു 7 കാര്യങ്ങളുണ്ട്. ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് ധ്യാനിക്കുക.